അങ്ങനെ ഈ വൃശ്ചികപ്പുലരിയിൽ മണ്ഡല പൂജകൾക്കായി നട തുറന്നു. 1,00,000-ലേറെ ഭക്തരാണ് ഇന്നലെ മാത്രം ദർശനം നടത്തിയത്. രാഷ്ട്രപതി ദ്രൗപദി മുർമു മാസപൂജ സമയത്ത് സമർപ്പിച്ച നെയ്യാണ് അയ്യപ്പന് ആദ്യമായി അഭിഷേകം ചെയ്തത്. 90,000 പേർക്കാണ് പ്രതിദിനം ദർശനത്തിന് സൗകര്യമൊരുക്കിയിരിക്കുന്നത്. സന്നിധാനത്ത് നിന്ന് തത്സമയം സരീഷ് പി കെ നമുക്കിപ്പം ചേർന്നുണ്ട്. സരീഷ്, ഗുഡ് മോർണിംഗ്. അങ്ങനെ വീണ്ടും ഒരു മണ്ഡല മകര വിളക്ക് കാലം തുടങ്ങിയിട്ടുണ്ട്. എങ്ങനെയാണ് ഇന്നലെ നമ്മൾ കണ്ടു 19,000-ഓളം പേര് ഇന്നലെ തൊഴുതിറങ്ങുന്നത് കണ്ടായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ തിരക്ക് എങ്ങനെയാണ്? പൂജകളൊക്കെ അവിടുത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഇന്ന് രാവിലെ 3 മണിക്കാണ് നട തുറന്നത്. ആ 3 മണിക്ക് നട തുറക്കുമ്പോൾ എന്തായിരുന്നോ തിരക്ക്, അതിപ്പോഴും ഇങ്ങനെ അനുസ്യൂതം തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. പമ്പയിൽ നിരവധി ആളുകൾ കാത്തു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോഴും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ 3 മണിക്ക് നട തുറക്കുമ്പോൾ വലിയ തിരക്കുണ്ടായിരുന്നു. കാരണം ഇന്നലെ 11 മണി കഴിഞ്ഞാണ് നട അടയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. കാരണം ആ സമയത്തും ആളുകൾ 18-ാം പടി കയറുന്നുണ്ടായിരുന്നു. അവസാന ആളുകളെയും കാണിച്ചതിന് ശേഷം വേണം നടയടയ്ക്കാൻ എന്നാണ് പറയാറെങ്കിൽ പോലും സമയപ്രശ്നം കാരണം ഇന്നലെ ഏതാണ്ട് 11:10 ആയതോടെയാണ് നട അടച്ചത്. അതിനുശേഷവും ആളുകൾ 18-ാം പടി കയറി സന്നിധാനത്തേക്ക് സോപാനത്തിന് മുന്നിലേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് 12 മണി വരെ നീണ്ടു. അതിനുശേഷം മാത്രമാണ് ഈ നടപ്പന്തലിൽ, വലിയ നടപ്പന്തലിൽ സ്വാമിമാരെ തടയുന്നൊരു സാഹചര്യം ഉണ്ടായത്. കാരണം വീണ്ടും കയറ്റിവിട്ടാൽ ശുദ്ധിക്രിയ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ശുചീകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തേണ്ടതുണ്ട്. അതുകൊണ്ട് മാത്രം താൽക്കാലികമായി തടഞ്ഞു വെച്ചു. ഇന്നലെ മാത്രം 55,529 പേരാണ് ദർശനം നടത്തിയത്. സാധാരണഗതിയിൽ ഉച്ചയ്ക്ക് ശേഷം, അതായത് വൈകിട്ട് 5 മണിക്ക് ശേഷം മാത്രമാണ് ദർശനത്തിനുള്ള സൗകര്യം. അതുകൊണ്ട് തന്നെ 30,000 പേർ എന്ന രീതിയിലുള്ള ക്രമീകരണം ഉണ്ടായിരുന്നു. പക്ഷേ ഓൺലൈനായി 30,000 പേർ രജിസ്റ്റർ ചെയ്യുകയും സ്പോട്ട് ബുക്കിങ്ങിലൂടെ 25,000-ലേറെ ആളുകൾ എത്തുകയും ചെയ്തു എന്നുള്ളതാണ്. ഒരുപക്ഷെ അതിൽ കൂടുതൽ ആളുകൾ ഇത്തവണ എത്തും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇന്ന് രാവിലെ മുതൽ തന്നെ വലിയ ക്യൂ നമുക്ക് പല ഭാഗങ്ങളും കാണാം. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഈ ഫ്ലൈ ഓവറിലേക്കുള്ള, അതായത് സോപാനത്തിന് സമീപത്തുള്ള ഫ്ലൈ ഓവറിലെ മാത്രം തിരക്കാണ്. അവിടെ 3-4 ക്യൂകളുണ്ട്. പക്ഷെ അതെല്ലാം തന്നെ മുഴുവനായി നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഒരുപക്ഷെ ഇന്ന് വൈകിട്ട് വരെ ഈ തിരക്ക് ഉണ്ടാകും. കാരണം ഇനി ഉള്ള ആദ്യ ദിവസങ്ങളിൽ പല ഭാഗങ്ങളിൽ നിന്നും, സംസ്ഥാനത്തിനകത്തും പുറത്തു നിന്നും ആളുകൾ എത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നീട് മാത്രമാണ് തിരക്ക് കുറയാറ്. പക്ഷെ ഇപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ മാസം ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു ദിവസം പോലും സ്പോട്ട് ബുക്കിംഗ് അല്ലെങ്കിൽ ഓൺലൈൻ ബുക്കിംഗ് അവശേഷിക്കുന്നില്ല എന്നുള്ളതാണ്. മുഴുവൻ ബുക്കിംഗ്, അതായത് ഒരു ദിവസം 70,000 പേർക്കാണ് സ്പോട്ട് ബുക്കിങ്ങിലൂടെ എത്താനാവുക. അത് മുഴുവനായി ബുക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഏതാണ്ട് അടുത്ത മാസം 5-ാം തീയതി വരെയുള്ള മുഴുവൻ ബുക്കിങ്ങും പൂർത്തിയായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇനിയും സ്പോട്ട് ബുക്കിങ്ങിലൂടെ ആളുകൾ കൂടുതലായി എത്തും. ഏതാണ്ട് 1,00,000-ലേറെ ആളുകൾ എത്തും എന്ന് തന്നെയാണ്, പ്രതിദിനം എത്തും എന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. എന്തായാലും ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് പുതിയ മേൽശാന്തി ED പ്രസാദ് നമ്പൂതിരി ഇന്ന് ചുമതല ഏറ്റെടുത്ത് കഴിഞ്ഞു. പുലർച്ചെ 3 മണിക്ക് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് നട തുറന്ന് വിശേഷാൽ പൂജകളൊക്കെ നടത്തിയത്. അതോടൊപ്പം തന്നെ ഇന്ന് അഭിഷേകം, ഏതാണ്ട് 4 മണി മുതൽ തന്നെ അഭിഷേക ചടങ്ങ് ആരംഭിച്ചു. വൃശ്ചിക മാസം 1-ാം തീയതി മുതലാണ്. ഇന്നലെ നട തുറന്നെങ്കിൽ പോലും അഭിഷേകം ഉണ്ടായിരുന്നില്ല. ഇന്ന് രാവിലെ 4 മണിക്കാണ് അഭിഷേക ചടങ്ങുകൾ നടന്നത്. രാഷ്ട്രപതി ദ്രൗപദി മുർമു കഴിഞ്ഞ മാസപൂജയ്ക്കായി എത്തിയിരുന്നു. അന്ന് ഈ അഭിഷേകം കഴിഞ്ഞതിന് ശരി സരീഷ്, ഓക്കെ. അപ്പോൾ സരീഷാണ് സന്നിധാനത്ത് നിന്നും വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.